ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സൗഖ്യമാ? നമ്മൾ കുറേ നാളായില്ലേ ഇത് ചെയ്തിട്ട് Q&A വീഡിയോ ചെയ്തിട്ട്. ഞാൻ ആക്ച്വലി ഒരു പോസ്റ്റ് ഇടാം, അപ്പോൾ അത് നാളത്തെ വീഡിയോ ആക്കാം. Q&A ഇന്നത്തെ ആക്ക് Q&A പക്ഷെ ചോദ്യമില്ലല്ലോ. അത് വ്ളോഗിന്റെ ഇടയ്ക്ക് വന്നോളൂ. എന്നേ പെട്ടെന്ന് അന്ന് തന്നെ വരും. അതൊക്കെ എന്നാൽ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ 9:00, നാട്ടിൽ 8 മണി ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം, റെക്കോർഡ് ചെയ്യാം. ഗൈസ് നമ്മളിതാ വ്ളോഗ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചലഞ്ച് Q&A വീഡിയോ. നമ്മൾ ഈ വ്ളോഗിൽ നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. വ്ളോഗ് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം, ഈ വീഡിയോ കണ്ട ഉടനെ ചോദിക്കാം. നമ്മൾ ഈ നാളെ ഇടുന്ന വ്ളോഗിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ്. നാളെ അല്ല, ഇന്ന് വൈകുന്നേരം ഇടുന്ന വ്ളോഗ് അവർക്ക് ഇന്ന് വൈകുന്നേരം, അത് കുഴപ്പമില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ടർക്കി ട്രിപ്പ് ഇൻകമിങ്. ടർക്കി ട്രിപ്പാ? അതിൻ്റെ മുടി വളർന്നുണ്ട്. ഇപ്പൊ അങ്ങനെ പണ്ടത്തെ പോലെ ഉള്ളു കാണുന്നില്ല. കണ്ടാലും നമുക്ക് പേടിയില്ലാത്തോണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യമുണ്ട്. അതായത് എന്റെ മുടിയെ കുറിച്ച് ഞാൻ വെറിയിടാവുന്ന പോലെ വേറെ ആരും വെറിയിടാവില്ല. ഞാനിപ്പോ നാളെ കഷണ്ടി ആയാലും ആർക്കും ഒരു തേങ്ങയില്ല. അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാം. അതാണ് എന്റെ പുതിയ മുദ്രാവാക്യം, സ്ലോഗൻ. ഈ ബുക്കാണ് ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടോ, ദ 4 Agreements. ഇത് നമ്മളെ എന്താ പറയുക, മൈൻഡിനെയൊക്കെ ഫ്രീ ആയിട്ട് വിട്ട് പുറത്തുനിന്നുള്ള നോയ്സിലൊക്കെ ഒരു എലിമിനേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതമില്ലേ, അങ്ങനെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കാണ്. പോസ്റ്റേ 2:32 ചോദ്യം. ഫോൺ ഡിസ്ട്രാക്ഷൻ മാറ്റാനും പഠിക്കാനും ഒരു മോട്ടിവേഷൻ പോലും. ഫോൺ ഡിസ്ട്രാക്ഷൻ മാറ്റാനും പഠിക്കാനും ഒരു മോട്ടിവേഷൻ. ഇപ്പൊ ശ്രീകരിക്കാൻ പറഞ്ഞു കൊടുത്തില്ല ഇത് സംഭവം. ഒന്ന് സംഭവം എന്താ പറയാ, നമ്മളെല്ലാരും ആദ്യം റീൽസ് കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. റീൽസ് കാണണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നമ്മളൊരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ റീല് കാണുവാണെങ്കിൽ നമുക്ക് ആ റീല് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീല് കാണുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവും. നമ്മൾ ആ സംഭവത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ റീല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോപ്പമീൻ ഏറ്റവും ടോപ്പിലായിരിക്കും. അപ്പോൾ റീല് നിർത്തി കഴിയുമ്പോൾ ക്രാഷ് ആവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഓക്കെ, ഇപ്പോൾ ഈ ബുക്ക് വായിക്കണം. ഈ ബുക്ക് വായിക്കുന്നതിന് മുന്നേ നമ്മൾ കുറേ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താവും, മൂഡ് പോവും, നമുക്ക് വായിക്കാൻ തോന്നില്ല. നേരെ കുറച്ച് ആദ്യം ഞാൻ ബുക്ക് വായിക്കാം. ഓക്കെ, വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റീൽ നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാനും പറ്റും, ഡിസ്ട്രാക്റ്റഡ് ആവുകയും ചെയ്യാം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഡോഡ്ജ് ചാർജർ എത്രയായിരുന്നു? ഡോഡ്ജ് ചാർജറിന് ആക്ച്വലി $40,000. $40,000 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം എത്രയാടാ? ഇപ്പൊ പറഞ്ഞുതരാം. $40,000. എസ്റ്റിമേറ്റ് ഗസ് എടു. ഞാൻ $35,000, $33,000 അല്ലേ? 40K USD to INR. Come on. $35 ലക്ഷം പിന്നെ രൂപയാണ് നാട്ടില്. 35. അപ്പോൾ ഡോഡ്ജിന് അത്രയാണ് പൈസ ആയതേ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് വന്ന് നോക്കാം. വന്നു കേട്ടോ, കുറേ വന്നു. ഫോളോ ബാക്ക്. അച്ഛൻ്റെ പുതിയ ജോലി സ്ഥലത്തോട്ട് പോയി വ്ളോഗ് ചെയ്യുന്നു. എൻ്റെ പൊന്നുമുത്തെ, എൻ്റെ ജോലി സ്ഥലത്തു നിന്നൊരു സ്പേസ്, ഒരു കുറച്ച് ടൈം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നു. ഇനി ഇവിടുന്ന് ഞാൻ അച്ഛൻ്റെ സ്ഥലത്തേക്ക് പോകണോ? അച്ഛൻ എവിടെയാണെന്ന് അറിയോ? ഇന്ത്യാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഇവിടുന്ന് 15 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ 15 മണിക്കൂർ ഡ്രൈവ് നമുക്ക് പോകണമെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ ജോലിയെ കളയണം. ഒന്നല്ല, ഫ്ലൈറ്റിന് പോകാൻ നോക്കെ ഒരു ദിവസം അവിടെ പോയിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡ് നമുക്ക് വ്ളോഗിങ്ങും പരിപാടിയൊന്നും ഇല്ല. ഒന്നും പറ്റൂല കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. ഓക്കെ, എക്സ്പ്ലെയിൻ അബൌട്ട് സക്സസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാ.
സക്സസ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ മൈൻഡിലുള്ള സംഭവമാണ്. ചിലവർക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതമാണ് ആഗ്രഹം, ചിലവർക്ക് ഭയങ്കര കെയോട്ടിക് ആയിട്ടുള്ളൊരു ജീവിതമാണ് ആഗ്രഹം, പക്ഷെ എന്നാൽ കുറേ പൈസ വേണമെന്നായിരിക്കും ആഗ്രഹം. ചിലവർക്ക് ഹാപ്പിനെസ് ആണ് സക്സസ് എന്ന് പറയുന്നത്, ചിലർക്ക് കുറേ പഠിക്കുക, കുറേ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്, ചിലർക്ക് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് സക്സസ്. അപ്പോൾ സക്സസ് ആയി എന്ന് നമ്മൾ ഒരാളെ കണ്ടിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവർ ആക്ച്വലി സക്സസ് ആയിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ലെറ്റ്സ് സേ മോഹൻലാൽ സക്സസ് ആയി എന്ന് നമ്മളെല്ലാവരും പറയും അല്ലേ? കാരണം എന്താ, ആക്ടിങ് ഉണ്ട്, കുറേ പൈസ വരുന്നുണ്ട്, കുറേ ഫെയിം ഉണ്ട്, സക്സസ് ആണ്. പക്ഷേ പ്രണവ് മോഹൻലാൽ സക്സസ് ആണോ അല്ലയോ? കുറേ ആൾക്കാർ പറയും അല്ല, അച്ഛൻ്റെ അത്ര എത്തിയില്ലല്ലോ. പക്ഷേ പുള്ളിക്കാരനെ വലുത് ചിലപ്പം പീസ് ഓഫ് മൈൻഡും ഹാപ്പിനെസ്സും ഈ ട്രാവലിംഗ് ആണെങ്കിലോ പുള്ളി ആ കാര്യത്തിൽ ഭയങ്കര സക്സസ്ഫുൾ അല്ലേ? കാരണം മനസ്സിലായി. അപ്പോൾ ഓരോ ആൾക്കാരുടെ മൈൻഡിലെ സാധനമാണ് സക്സസ്ഫുൾ, അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്ന സാധനം അല്ലേ? ശ്രീരി, എന്താ നിന്റെ അഭിപ്രായം സക്സസിനെ കുറിച്ച്? എന്റെ അഭിപ്രായം തന്നെ, എന്റെ അഭിപ്രായം തന്നെ. എല്ലാരും സക്സസ്ഫുൾ വേറെ രീതിയിലാണ് കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മറ്റേ നമ്മളെ വ്ലോഗ് ഇടുമ്പോ ഓട്ടോ ഡബ്ബ് വരില്ലേ, ഇംഗ്ലീഷില് വരില്ലേ ചിലത്? അത് നമ്മൾ ഓണാക്കി ഇടുന്നല്ല കേട്ടോ, അത് നിങ്ങളെ പിന്നെ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക്കായി വരുന്ന സംഭവമാണ്. നമ്മൾ ഓണാക്കി ഇടുന്ന സാധനമല്ല, ലൈക്ക് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സാധനം ഡിലീറ്റ് ആക്കി യൂട്യൂബിൽ ഡിലീറ്റ് ആക്കിയാ. ഓക്കെ, കുറെ എടാ അതിപ്പോ എന്റെ തുടക്കല്ലേ, കുറെ നാൾ കഴിയുമ്പോ നമ്മളെ സൗണ്ടിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ ചിലപ്പോ ആവുമായിരിക്കും. അതാകുമ്പോ പൊളിയല്ലേ ഇംഗ്ലീഷ്, നമുക്കാക്കിയാലോ അത് നല്ലൊരു. പക്ഷെ യൂട്യൂബിൽ നിന്നും നമുക്ക് അങ്ങനെ. ഓക്കെ, അടുത്തത്, വെൻ വിൽ യു ഫീച്ചർ എ ഫോർ ആക്ടിങ് ആൻഡ് അജു അറ്റൻസ് ലാൻഡ് ക്രൂസർ? അതൊരു വീക്കെൻഡിൽ നമുക്ക് ചെയ്യാം അല്ലേ? ലാൻഡ് ക്രൂസർ ഒന്ന് ഓടിച്ച് ഒന്ന് പഠിപ്പിക്കാൻ നോക്കാം. അത് നമ്മൾ കൃത്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഞാൻ തരുന്നില്ല, എൻ്റെ ജോലി തിരക്കും കാരണം എനിക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടാന്ന് അറിയില്ല. പക്ഷെ ലാൻഡ് ക്രൂസർ നമുക്കൊന്ന് ലാൻഡ് ക്രൂസർ ഓക്കെ, ക്രൂസർ. നിങ്ങൾ ഒഴിവാക്കിയൊരു ഫോൺ തരുമെന്ന്. എന്താ മോനെ ഇങ്ങനെ? ഫോൺ വേണമെങ്കിൽ ഗിവ് അവേന്റെ ഭാഗമായിട്ട് നമ്മളെ ഗിവ് അവേ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൽ പിന്നെ നമ്മൾ ഫോൺ കൊടുക്കുന്നുണ്ട്, അതും ഐഫോൺ കേട്ടാ. നമ്മള് ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മള് ഫോൺ നൽകുമ്പോ വെച്ചാല് പരമാവധി ഉപയോഗിച്ച് തേച്ച് വെച്ച ഫോണുകളാ. ശരിയാ. എനിക്കിപ്പം സത്യം പറഞ്ഞ പണ്ടൊക്കെ എന്ന് വെച്ചാല് പുതിയ ഐഫോൺ മോഡൽ ഇറങ്ങുമ്പം അത് വാങ്ങാന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ഇത് ചവറ് പോലെ യൂസ് ചെയ്യുക, എന്നിട്ട് അവസാനം ഇങ്ങനെ ചുമയും ജലദോഷവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മാറ്റും. അതാണ് എൻ്റെ പ്ലാൻ. അല്ലാണ്ട് ചെറിയൊരു പനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും, ശരിയാക്കി എടുക്കും അത്. അങ്ങനെ ഓക്കെ. എടാ ഇന്നലത്തെ ഓംലെറ്റ് ചലഞ്ച് ഉണ്ടാ? എത്ര ആൾക്കാരെ ഇട്ടതാ? അത്ര ആൾക്കാർ ഒന്ന് ഇതെല്ലാം ആക്കിയിട്ട് ഇട്ടവരാണേ. 2 3 4 അല്ല, എനിക്ക് 3 ആളെ ടാഗ് ചെയ്തേ. വേറെ ചോദ്യങ്ങൾ കൊടുത്തു. റീഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുന്നത് വരുന്നുണ്ട്. എത്ര വ്യൂസ് ഉണ്ട് എന്റെ സ്റ്റോറിക്ക്? ഏത് ഇപ്പൊ ഇട്ടതാ? 266 264. നാട്ടിലേക്ക് എപ്പോൾ വരും മുത്തേ? നാട്ടിലേക്ക് ഡിസംബറിൽ വരാനാണ് എനിക്ക് താല്പര്യം. ഡിസംബർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ തെയ്യം, ഉത്സവങ്ങൾ, ന്യൂ ഇയർ, ക്രിസ്മസ് എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ ട്രാവൽ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഡിസംബർ വരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ശ്രീയരിൻ്റെ അമ്മേൻ്റെ ടിക്കറ്റ് ഓൾറെഡി എടുത്തു. നവംബർ 26 അവർ വരും. റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ല, 1 വേ ടിക്കറ്റാണ് എടുത്തില്ല. ഞാൻ എൻ്റെ ജോലി തിരക്കൊക്കെ നോക്കി, ജോലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നാട്ടിൽ തന്നെ. അതെ, നാട്ടില് കോളേജിൽ പോകുന്ന. ഓ കോളേജാ? ബ്രോ വാട്ട് അബൌട്ട് യുവർ സിനിമ ആൻഡ് ഷോർട്ട് ഫിലിം പ്ലാൻ, ഡിഡ് യു ഡ്രോപ്പ് ഇറ്റ്? കുറേ ആൾക്കാർക്കുള്ള ചോദ്യമാണ്. എൻ്റെ മെയിൻ ആഗ്രഹം സിനിമയായിരുന്നു എന്നല്ല, സിനിമയാണ്. സിനിമ, ഷോർട്ട് ഫിലിമുകൾ, അതൊക്കെയാണ് ആഗ്രഹം. പക്ഷേ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ സിനിമയിലും പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. ആര് വരുന്നതും പോകുന്നതൊന്നും അറിയുന്നില്ല. ഒരു സിനിമ ചിലപ്പോൾ ഭയങ്കര ഹിറ്റാവും, പക്ഷെ അടുത്ത സിനിമകളിലൊന്നും അവരില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നെടുമുടി വേണു, ഒരു ഇന്നസെന്റ്, ഒരു കൊച്ചിൻ ഹനീഫ, അങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പം അതില്ല എന്ന് കരുതി ഞാനത് ഡ്രോപ്പ് ചെയ്തൊന്നല്ല. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ
നമ്മൾ ഫുൾ ലൈഫ് അതിലേക്ക് ഇട്ടിട്ട് ചിലപ്പോൾ 1-2 സിനിമ ക്ലിക്ക് ആവുമായിരിക്കും, പക്ഷെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ പൈസ വരുമാനമില്ല, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഫൈനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ ചെയ്യും നല്ല പോലെ ആഗ്രഹത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഫൈനാൻഷ്യലി ഫ്രീ ആവുക, എന്നിട്ട് സിനിമ ട്രൈ ചെയ്യുക. അത് നമുക്ക് സിനിമകൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു പ്ലാനിലാണ് ഞാൻ ഇപ്പോൾ ഫൈനാൻസും ഇൻവെസ്റ്റിങ്ങും പിന്നെ ബിസിനസ്സും ആ ഒരു സൈഡിലേക്ക് കടന്നത്. എന്നിട്ട് അതൊന്ന് ഫൈനാൻഷ്യലി ഫ്രീ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യും, സിനിമയിലേക്ക് ഇറങ്ങാൻ. നല്ല നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന, മനസ്സിന് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഡയറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ എല്ലാം പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം ഗൈസ്. കുംബ്ലങ്ങി നൈറ്റ്സ് കുംബ്ലങ്ങി നൈറ്റ്സ് എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റേഴ്സ് ആണ് അറിയാം. മഹേഷിന്റെ പ്രതികാരം അതൊരു പടാണ്, അതിലത്തെ പാട്ടുകളാണെങ്കിൽ അതിലൊരു ഇമോഷൻ. ദിലീഷ് പത്തൻ. അത് കുംബ്ലങ്ങി നൈറ്റ്സ് ദിലീഷ് പത്തൻ അല്ല, ദിലീഷ് പത്തൻ അല്ല ഡയറക്റ്റ് ചെയ്തത്. അതില് ആരാന്ന് നോക്കട്ടെ, ദിലീഷ് പത്തൻ അല്ലടാ, ദിലീഷ് പത്തൻ ഇന്റർവ്യൂ കണ്ടില്ല ഞാൻ. ദിലീഷ് പത്തൻ ഇതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്ന് തോന്നുന്നു. മഹേഷിന്റെ പ്രതികാരം ജോജി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെയോ? എന്നിട്ട് തൊണ്ടി മുതലും ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ആക്ച്വലി നോക്കണമല്ല. കുംബ്ലങ്ങി നൈറ്റ്സ് ഡയറക്ടർ എനിക്ക് അറിയുന്ന നൈറ്റ്സ് ഡയറക്ടർ, കുംബ്ലങ്ങി നൈറ്റ്സ് ഡയറക്ടർ ഇതാ മധു സി നാരായണൻ ഡയറക്ടർ കുംബ്ലങ്ങി. പുള്ളിക്കാരൻ അത് ചെയ്തത്. അതില് ദിലീഷ് പത്തൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈസി 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 എന്താ അതിടാ എന്താ മസിൽ കയറിയതാ ഞാൻ കൊണ്ട് പടക്കുന്നില്ല. നിനക്ക് ഇടക്കുമ്പോ വരും കണ്ടോ ഇന്ന് ലെഗ് എടാ നീ എന്തോ കഴിക്കുന്ന വിഷയമുണ്ട് കേട്ടാ. അതാ ഇങ്ങനാ, അതല്ലെങ്കിൽ ഇങ്ങനെ വരില്ല സാധനം. ഇത് നോർമൽ അല്ല. എന്റെ ഞാൻ നോക്കുമ്പോണ്ടാ പെടക്കുന്ന വ്ളോഗ് എടുത്തിട്ട് ഞാൻ വിചാരിച്ചെന്തോ തമാശ കളിക്കുന്നതാണ്. ഒറ്റ ഇടിച്ച് സെറ്റാക്കി തരാടാ. മസിൽ ലൂസാവും. ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഡോഡ്ജ് കളർ ചേഞ്ച് ആക്കുമെന്ന് ഗൈസ്. നമ്മുടെ OG ഫാൻസ് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് വിഷമാവുമായിരിക്കും. ഡോഡ്ജിന്റെ കളർ മാറ്റാനോ ബ്രോ? നമ്മുടെ ആ ഒക്ടൈൻ റെഡ് കളറിൽ എന്ത് ബ്യൂട്ടിഫുൾ ആണ് നമ്മളെ വണ്ടി. അത് മാറ്റാൻ പറ്റുമോ? നോക്ക് ചുമരില്. ഓർമ്മയെ വെച്ചതല്ല കേട്ടാ. അപ്പൊ ഡോഡ്ജി കളർ മാറ്റില്ല ബ്രോ. ചിലപ്പോ വൈറ്റ് ബോഡിയും കാര്യങ്ങളൊക്കെ ആകും. ഓക്കെ ഫൈൻ ആകൂലേ? പ്രോഗ്രാം എന്തായി? പ്രോഗ്രാം ബ്രോ ഓൺ ദ വേ ആണ്. സംഭവം റെഡി ആവുന്നുണ്ട്. കുറേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. എനിക്ക് അറിയാവുന്ന നോളജ് സ്ട്രക്ചറാക്കി അതൊരു പ്രോഗ്രാം ആക്കി ഓരോ മേഖലയിലും ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൽ പറഞ്ഞു കൊടുത്ത് അതിൽ എക്സസൈസ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. അതൊക്കെ കഴിഞ്ഞു. ഒരു 60% റെക്കോർഡിങ് കഴിഞ്ഞു. ബാക്കിയൊരു 40% ഉണ്ട്. എഡിറ്റിങ്ങും ഓൾമോസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ച ഈ വീക്കെൻഡ് ആകുമ്പോഴേക്ക് സെറ്റാകും കേട്ടോ. ബ്രോ പറഞ്ഞ രീതിയിൽ പോകുമ്പോൾ ലൈഫ് ബെറ്റർ ആവുന്നുണ്ട്, പ്ലസ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ തപ്പിന്നാ. ബിസിനസ് തുടങ്ങാൻ തപ്പിയാ? ബ്രോ പറഞ്ഞ രീതിയിൽ പോകുമ്പോ ലൈഫ് ബെറ്റർ പ്ലസ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഡു നോട്ട് എയിം ഹ്യൂമൻസ് ആൻഡ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്നായിരിക്കും പാവം. എടാ ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യണോടാ. അല്ല ഒരു പാവം ചെക്കനല്ല. അല്ല അയ്യോ നമ്മളെ ചെക്കനല്ലടാ. വൈ യു ഡ്രോപ്ഡ് യുവർ ആക്ടിങ് കരിയർ? നല്ല അഭിനയമുണ്ട്. ഞങ്ങൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ലാതെയുള്ള ആക്ടിങ് ആയതുകൊണ്ട് എല്ലാവരും കൂടി എന്നെ ഫീൽഡ് ഔട്ട് ആക്കി ഗൈസ്. അല്ല ആക്ച്വലി അതുകൊണ്ടല്ല. സോറി മൈ ബാഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് മിസ്സാവും. ലൈക്ക് ഫൈനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് ആദ്യം ഫൈനാൻഷ്യൽ ഒന്ന് സെറ്റാക്കട്ടെ.
പിന്നെ ആക്ടിങ്ങിൽ റിട്ടയർമെന്റ് ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നിർത്താം, അങ്ങനത്തെ ഒരു ഫീൽഡല്ലേ. അതുകൊണ്ട് മെല്ലത്തോടെ നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് ന്യൂ കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ആക്ച്വലി ജെന്യുവിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോർച്യൂണർ, പഴയ മോഡൽ കേട്ടോ, പുതിയതല്ല, നാട്ടില് 2014. പക്ഷെ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ എപ്പോഴും നാട്ടിൽ നിൽക്കുന്നില്ല, അത് പഴയൊരു വേസ്റ്റ് ആവുമോ? 2, വാടക എടുക്കുന്നതാണോ ബെറ്റർ അല്ല ഒരു വാങ്ങുന്നതാണോ ബെറ്റർ? പിന്നെ അതിൻ്റെ ഈ 2013, 2012, 13, 14 ഈ 3 ഇയറിലെ വണ്ടികളാണ് എനിക്ക് കൂടുതലും താല്പര്യം. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ NOC കിട്ടണം, ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ NOC കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഇൻ കേസ് അത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലെടുക്കാമെന്ന് തന്നെ വിചാരിക്കാം, NOC ഇല്ലെങ്കിലും നമുക്ക് അതിൽ ഒരു 2-3 വർഷം അതിൻ്റെ ഇതിലുണ്ടാവും, രജിസ്ട്രേഷൻ പരിപാടി, ഇൻഷുറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ രജിസ്റ്റർ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ വേണോ വേണ്ടിയൊന്നുമില്ല സംഭവം. നാട്ടിൽ പോയി നോക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ഫോർച്യൂണർ ഉണ്ടെങ്കിലേ കേട്ടോ. ബ്ലാക്ക് കളർ ആയിരിക്കണം, എനിക്ക് കുറച്ച് ഇതുണ്ട് ബ്ലാക്ക് കളർ. വൈറ്റ് ആണെങ്കിൽ കളർ മാറ്റാൻ പറ്റും, അത് മാറ്റാം, അതിന് പിന്നെ മെനക്കെടണ്ടല്ലോ. ബ്ലാക്ക് അതാണ് ഞാൻ നോക്കുന്നത്. മാനുവലായി 4x4 2012, 2013, 2014. പിന്നെ 150 താഴെ ഓടിയത്, മേജർ ആക്സിഡൻസ് ഒന്നും ഉണ്ടാകുമ്പോഴുള്ള മാക്സിമം 2 ഓണർഷിപ്പ്. ഇതാണ് എൻ്റെ നിബന്ധനകൾ. എങ്ങനെയാണെങ്കിലും കിട്ടൂല വണ്ടി, എങ്ങനെയാണ് കിട്ടണ്ട, ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല. നല്ല സ്മാർട്ട്. ശ്രീരാഗ് ബ്രോസ് ഫേവറേറ്റ് കാർ ബ്രാൻഡ് അതർ ദാൻ ഡോഡ്ജ്? ഓഫ് കോഴ്സ് റോൾസ് റോയ്സ് ബ്രോ. നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ സെറ്റാക്കാൻ പറ്റും ചേട്ടാ? നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റാക്കണമെങ്കിൽ ആദ്യം ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകണം. അത് കുറച്ച് മറ്റേ എന്താ പറയുക, അറിയാലോ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അമേരിക്കൻ സാലറി ഹൈബ്രോഡ് അമേരിക്കൻ സാലറി എത്ര? സാലറി നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല ശ്രീരി. സാലറി നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല. അല്ല പിന്നെ സാലറി പറ. സാലറി പറയാൻ പാടില്ല. നോ, ഐ ആം സോറി. സാലറി ശരിക്കും പറഞ്ഞ സാലറി എന്ന് വെച്ചാൽ ഇനിയിപ്പം വരുമാനം ജോലിന്ന് മാത്രം കിട്ടുന്നത് ഒരു 3000 ഉറുപ്പ്യ ഒരു മാസം, റുപ്പീസ്. സ്ലേവ് മൈൻഡഡ്. ഓക്കെ, ടുഡേസ് ടോപ്പിക് ഈസ് സ്ലേവറി. അയ്യോ, അതാണ് പറയാൻ പാടില്ല. സ്ലേവറി. ലിവിങ് ഇൻ അമേരിക്ക ഇസ് എക്സ്പെൻസീവ് അല്ലേ ബ്രോ? അമേരിക്കയിൽ ജീവിക്കാൻ നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു ആവറേജ് ഫാമിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആയിട്ട് ഇവിടെ അമേരിക്കയിൽ പഠിക്കാനൊക്കെ വന്ന ഒരാളാണെങ്കിലേ വളരെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം. സീരിയസ്ലി പറയാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് വീടുണ്ട്, വീടിന്റെ പേയ്മെന്റ് വരുന്നുണ്ട്, അമ്മക്കൊരു വണ്ടി, എനക്കൊരു വണ്ടി, അച്ഛനൊരു വണ്ടി, 3 വണ്ടികളായി. ഇനിയിപ്പോ ഇവന് അടുത്തത് ഒരു വണ്ടി വാങ്ങുക, അത് ബൈക്കായി. അതൊക്കെ നമ്മളെ ആഗ്രഹങ്ങളുടെ പുറത്ത് ഇങ്ങനെ വാങ്ങിക്കൂട്ടിയതാണ്. അപ്പോൾ അത് മാത്രമല്ല, അമേരിക്കയിൽ ഇപ്പം നമ്മൾ 3 ആൾ നിൽക്കുമ്പോൾ 3 ആൾക്കും 3 സമയത്തായിരിക്കും ജോലി. അപ്പോൾ 3 ആൾക്കും വണ്ടി വേണം, വണ്ടി ഇല്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ വീടും ഒരു ആവറേജ് ഫാമിലിക്കൊക്കെ നിൽക്കണമെങ്കിൽ ഒരു $4,000 to $5,000 എന്തായാലും മിനിമം വേണ്ടി വരും ഈ ഒരു സെറ്റപ്പിൽ നിൽക്കണ്ടേ മാസം. പിന്നെ വീടിൻ്റെ ഇൻഷുറൻസ്, കാറിൻ്റെ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങൾ പോകും. അപ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ യെസ്, ഒരു ആവറേജ് ഫാമിലിയൊക്കെ സെറ്റിലായി ഇവിടെ ജീവിക്കാനാണെങ്കിൽ അതൊരു നല്ല എക്സ്പെൻസ് തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഒറ്റക്കൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ചിലവ് ചുരുക്കി തന്നെ ജീവിക്കാം. കാരണം നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ വലിയ വീടൊന്നും ഇല്ലെന്ന് ആവശ്യമില്ല. ഒരു വീട് വാങ്ങിയാൽ തന്നെയും നിങ്ങൾക്ക് ബാക്കിയില്ലെല്ലാം വാടക കൊടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാം. പിന്നെ ഫുഡൊക്കെ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനത്തെ ഒക്കെ കുറേ ഇതുണ്ട്, അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്. ഓക്കെ, ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇഫ് നോ വൈ? ശരി, എന്താ എനിക്ക് ഗേൾ ഫ്രണ്ടും ഇല്ല, ഒന്നുമില്ല, ആരും കിട്ടുന്നില്ല. നമ്മള് സിംഗിളാണ്. സിംഗിൾ ലൈഫല്ലേ പ്രോപ്പോളി. ഗേൾ ഫ്രണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കണം. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ആൻസർ അല്ല. ലൈക്ക് ആക്ച്വലി പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളെ ഫൈനാൻസ്, നമ്മളെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കണം. എല്ലാം അങ്ങനെ ചവറ് പോലെ വാരി വലിച്ച് യൂട്യൂബിൽ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നമുക്ക് പേടിയില്ലാത്തോണ്ട് അപ്പം അങ്ങനെ വെക്കണം, അത്രയും പറയുന്നു. ഓക്കെ, കോളേജിൽ പോകുന്ന ബോയ്സിന് വേണ്ടി കുറച്ച് ടിപ്സ്. ബ്രോ, കോളേജിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ, കോളേജിൽ പോകുന്ന ആൾക്കാരോട് ഒരു കാര്യമല്ലോ, നീ പറഞ്ഞു നിങ്ങൾ കോളേജിൽ പോകണ്ട, നിങ്ങൾ നിർത്തി. അങ്ങനൊന്നും പറയാൻ പാടില്ല. കുറെ ലോണൊക്കെ എടുത്തിട്ട് പോകുന്ന പിള്ളേരുണ്ടാവും, അങ്ങനൊന്നും പറയാൻ പാടില്ല. ഗൈസ്, കോളേജിൽ പോകുന്നവരാണെങ്കിൽ
നിങ്ങൾ സ്ട്രെസ് അടിച്ച് പഠിച്ച് ആവാൻ നോക്കാതെ ആ കോളേജ് ലൈഫും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. പിന്നെ അങ്ങോട്ട് ബാധ്യതകളുടെ ഒരു കുന്ന് കൂടി വരും. അതുകൊണ്ട് എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യുക കേട്ടോ. അതും കൂടി എൻജോയ് ചെയ്യണം. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ റിയൽ ഗോൾ ഇൻ അവർ ലൈഫ്? ഈസ് ഇറ്റ് മണി ഓർ സംതിങ് എൽസ്? ഇൻ അവർ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ കാര്യം എനിക്ക് പറയാം. എനിക്ക് പൈസയല്ല ലക്ഷ്യം. ഒരിക്കലും എനിക്ക് പൈസയല്ല. പൈസ വേണം ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അൾട്ടിമേറ്റ് എൻ്റെ ഇത് പൈസയല്ല. എൻ്റെ ലൈഫിൽ ലക്ഷ്യം എന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഫ്രീ ആവാം. എന്നിട്ട് നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം. ചെറിയൊരു ബിസിനസ് തുടങ്ങണം, അത് ചെയ്യുക. അതൊക്കെ എനിക്ക് ഫാമിങ്ങും പരിപാടിയൊക്കെ കുറച്ച് താല്പര്യമുണ്ട്. അതൊക്കെ കുറച്ച് ചെയ്യുക. പിന്നെ സിനിമകൾ, നേരത്തെ പറഞ്ഞ സിനിമ, ഡയറക്ഷൻ, അങ്ങനത്തെ ഫീൽഡ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ കുറേ ചെയ്യാം. പിന്നെ കുറേ ആൾക്കാരുടെ ലൈഫ് മാറ്റിമറിക്കുക. അതാണ് എനിക്ക് ഭയങ്കര കിക്ക് വരുന്ന സംഭവമാണ്. കുറേ ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ളൊരു കാരണമാവുക. അവർക്ക് കുറേ അറിവുകൾ പറഞ്ഞു കൊടുക്കുക. അവർക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ മുന്നിൽ നിന്ന് പണിയെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വന്ന് അത് എന്ന് പറയുന്നതല്ലാതെ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ആക്ഷൻ എടുക്കുന്ന ഒരാളായിട്ട് ഒരു റോൾ മോഡൽ ആവുക. ബേസിക്കലി എന്താ, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. തീർച്ചയായും, സത്യമായിട്ടും. അപ്പം അങ്ങനെ ഉള്ള ഒരാളാവുക. എന്നിട്ട് ട്രാവലൊക്കെ ചെയ്ത് ലൈഫ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് മരിച്ചു പോകാം. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം സമയം 9:50. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചോദിച്ചിട്ട് ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ വേറെന്താണ് ഡോഡിയേട്ടൻ വർക്കിലാണ്. വേറെ ചോദ്യം വന്നിട്ടുണ്ട്. വാട്ട് ഇഫ് വൈബ്സ് ഓൺ ബിസിനസ് നോട്ട് വർക്ക്, ഡു യു ഹാവ് എ പ്ലാൻ ബി? വൈബ്സ് ഓൺ ബിസിനസ് വർക്ക് ആയില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടോന്നാ? ഓഫ് കോഴ്സ് പ്ലാൻ ബീസ് നല്ല എനിക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വർക്കാവും. വർക്കിംഗ് ആണ് സത്യം. അത് സംഭവം വർക്കിംഗ് ആണ്. അത് സ്കെയിൽ ചെയ്യണം. ഇനി പിന്നെ ഇപ്പോൾ ഓൺലൈനിൽ വർക്കിംഗ് ആണ് സാധനം. ഇനി എൻ്റെ സ്റ്റോർ തുടങ്ങുക, അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസ് മോഡൽ സെറ്റ് ചെയ്യുക, എന്നിട്ട് പല മാളിലൊക്കെ എന്താ പറയുക നമ്മളെ ക്ലോത്തിങ്ങും പരിപാടിയൊക്കെ എത്തിക്കുക, എന്നിട്ട് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി എടുക്കുക. ഇപ്പം സംഭവം ഓൺലൈനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വർക്കിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ബസ്സിലെല്ലാം പോകുമ്പോൾ ടോപ്പ് ടിയർ 100% ലിനൻ ഷർട്ട് കാണുന്നുണ്ടെങ്കിൽ വൈസോണ്ടായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് ഒരു പ്രീമിയം ആയിട്ട് ഇറക്കണം എന്നാണ്. കുറേ ചെറിയ എന്താ പറയുക ലോക്കലായിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. അഫോർഡബിൾ റേറ്റിന് വളരെ ചെറിയ എന്താ പറയുക ക്വാളിറ്റിയിലൊന്നും വലിയ ശ്രദ്ധിക്കാത്ത ഇഷ്ടംപോലെ ബ്രാൻഡുകളുണ്ട്. അതിൽ പെടാതെ പ്രീമിയം ബ്രാൻഡായിരിക്കണം. പ്രീമിയം ആൾക്കാർക്ക് അവർക്ക് എന്താ പറയുക ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന് വെച്ചാൽ എക്സ്പെൻസീവ്, മറ്റേ സാറേൻ്റെ അത്രയും പ്രീമിയം അല്ല, ഒരു മിഡ് റേഞ്ച് ഉണ്ടല്ലോ, ആ മിഡ് റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ സാറേന്ന് ഞാൻ ഡ്രസ്സൊന്നും വാങ്ങാറില്ല. ഞാൻ ഇഷ്ടപ്പെട്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങും. പക്ഷേ കൂടുതലും H&M അതുപോലെ ചെറിയ ബ്രാൻഡുകൾ വേറെ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ വാങ്ങും. പക്ഷേ ഞാൻ തീരെ ചീപ്പ് വാങ്ങാറില്ല. മനസ്സിലായോ? ആ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്ത് ഈ ബിസിനസ്സിലേക്കെല്ലാം ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് ഒക്കെ ഓട്ടോമാറ്റിക്കായി അവർ മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ ആ മാറ്റാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കുള്ളൊരു ബ്രാൻഡായിരിക്കണം. വലിയ ലൗഡായിട്ടുള്ള ആൾക്കാരല്ലാണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡ്. ബ്രോയുടെ ഒരു മോട്ടിവേഷൻ റീൽ എനിക്ക് ബെസ്റ്റ് ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു സോ മച്ച് ബ്രോ. എന്തെങ്കിലും പെറ്റ്സിനെ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ആക്ച്വലി നമുക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. സാറ എന്നാണ് പേര്. അന്നേരം വ്ളോഗൊന്നും ഇല്ല അല്ലോ? ഇല്ലല്ലോ, വ്ളോഗൊന്നും ഇല്ല. അപ്പോൾ അത് ചെറിയ പട്ടിയാണ്. അമ്മക്ക് പട്ടീനെ പേടിയാണ്. അപ്പോൾ ഇത് മെല്ലെ വളർന്ന് വരുമ്പോൾ അമ്മക്ക് പേടിയായി തുടങ്ങി. എന്നിട്ട് അതിനെ തിരിച്ചു കൊണ്ട് കൊടുത്ത്. പിന്നെ പെറ്റിനൊന്നും അങ്ങനെ നോക്കാറില്ല. പിന്നെ കുറച്ച് പക്ഷികളുണ്ടായിരുന്നു, അതിൽ 2-3 പറന്നുപോയി. പിന്നെ കോഴി ഉണ്ടായിരുന്നു, അത് പിന്നെ കുറേ മുട്ടയിട്ട് അത് പോയി. പിന്നെ വേറെ വിഷയം അങ്ങനത്തെ ഒരു വിഷയം ഉണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കറി കഴിക്കും, പക്ഷെ നമ്മളെ വീട്ടിൽ വളർത്തിയ കോഴീനെ ചിക്കൻ കറി ആക്കിയാലും എനിക്ക് പറ്റൂല. അത് ശരി ബ്രോ, അത് നമുക്ക് വളർത്തുന്ന കേട്ടോ. ഇത് കുറെ ആൾക്കാർക്കുള്ള ഡൗട്ട് ആയിരിക്കും. കുട്ടേട്ടാ, ഐ ആം റീഡിങ് എ ബുക്ക് മന്ത്ലി. ഫോർ ദിസ് മന്ത് കൺഫ്യൂഷൻ ടു പിക്ക്, വിൽ യു സജസ്റ്റ് ടോപ്പിക്? പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല ബുക്ക്. ദി കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. നല്ല ബുക്കാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ റിസൾട്ട് കണ്ടില്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പോയിന്റ് എത്തുമ്പോൾ അത് വളരാൻ തുടങ്ങും.
പിന്നെ ആ ഒരു വളർച്ചക്കൊരു ഗ്രോത്ത് ഉണ്ട്. ഒരു സ്നോ ബോൾ എഫക്റ്റ് എന്നൊക്കെ പറയും അതിന്. സ്നോ ബോൾ കണ്ടില്ലേ, ചെറിയ ഐസിൽ ചെറിയൊരു ബോളാക്കിയിട്ട് അതിങ്ങനെ ഉരുട്ടി വിട്ടല്ലേ കുറച്ച് കഴിയുമ്പോൾ ആ ഭയങ്കര വലിയൊരു സംഭവമായി മാറും. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെയിലിയിൽ ചിലപ്പോൾ റിസൾട്ടൊന്നും ഉണ്ടാവില്ല കുറേ നാളത്തേക്ക്, പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ അത് ക്ലിക്കാവും, അടിച്ചങ്ങ് കയറും. ഓ, ലവ് യുവർ കണ്ടന്റ് ആസ് ഓൾവേസ് ബീൻ എ വ്യൂവർ സിൻസ് കോവിഡ്. വിൽ മീറ്റ് യു. സ്റ്റേ ഓൺ യുവർ ഗ്രൈൻഡ്. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് ബ്രോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുവാണെങ്കിൽ, എവിടെ വെച്ച് കാണുവാണെങ്കിലും നിങ്ങൾ എന്നോട് സംസാരിക്കണം വന്നിട്ട്. കാരണം എനിക്ക് നിങ്ങളെ കണ്ടു പരിചയമില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടു പരിചയമുണ്ട്. നിങ്ങൾ എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പരിചയപ്പെടും കേട്ടോ. ഒരു മടി വിചാരിക്കണ്ട, ഞാൻ അങ്ങനെ എന്താണ് കുറച്ച് മാറി ഒന്നൂടെ, എൻ്റെ ഫോട്ടോ ഒന്നും അങ്ങനെ എടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. നിങ്ങൾ എന്നോട് സംസാരിക്കുക, നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കും, എല്ലാം സെറ്റാക്കും കേട്ടോ, വൈബാവും നമ്മൾ. എന്നെ എപ്പോൾ എവിടെ കണ്ടാലും ഒരു മടി വിചാരിക്കണ്ട, നിങ്ങൾ എന്നോട് വന്ന് സംസാരിക്കണം ഗൈസ് പ്ലീസ് കേട്ടോ. സെയിം തിങ് വിത്ത് മീ. ഒരു മിനിറ്റ്, സെയിം തിങ് വിത്ത് മീ. നിങ്ങൾ എന്നെ കണ്ടാൽ, നാട്ടിൽ എന്നെ കണ്ടാൽ എൻ്റെ അടുത്തേക്ക് വരിക. പക്ഷെ എനിക്ക് സോഷ്യൽ ഇൻസൈറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വന്ന് സംസാരിക്കാൻ നോക്കിയാൽ ഞാൻ ഓക്വേർഡ് ആവും. ഞാൻ ഇങ്ങനെ എന്തെല്ലോ കളിക്കും ഞാൻ. പക്ഷെ വന്നോട്ടെ, എനിക്ക് ഇഷ്ടമാട്ടെ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുത്ത്. സത്യം, എനിക്ക് ഞാൻ ഈ തെയ്യത്തിനെല്ലാം പോകുമ്പോല്ലേ, ഉത്സവത്തിന് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ വന്നിട്ടില്ലേ, ബ്രോ വീഡിയോ എടുക്കുന്നില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇതാകും. ഒരു അമ്പലത്തിൽ പോയാലും കുറേ പിള്ളേർ വന്ന് ഞാൻ എല്ലാവരും കൈസ് വാങ്ങിക്കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയി അവര്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആട്ടാ നിങ്ങളെ കാണുമ്പോ. ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ എന്നാ പറയേണ്ടത് അറിയില്ല അല്ലേ. പക്ഷെ അതെല്ലാം ശരിയാവും, നിങ്ങൾ വന്ന് ആവുമ്പോ പരിചയം. പിന്നല്ല ഇപ്രാവശ്യം ഇനി തെയ്യലുണ്ടാവുമ്പോ പിള്ളേർ വരും. പിന്നെ ഇഷ്ടം പോലെ ഇപ്പം നമ്മളെ കുറച്ചും കൂടി ഇൻസ്റ്റഗ്രാമിലൂടെ അറിയുന്നുണ്ടല്ലോ ആൾക്കാര്. അത്രയില്ലോ, ബാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോമൺ ക്വസ്റ്റ്യൻസാ ബാക്കി മൊത്തം. അപ്പോൾ ചോദിച്ചതിൽ സന്തോഷം. ഇത് ഞാൻ ഡിലീറ്റ് ആക്കുന്നത്. 821 ആൾക്കാർ കണ്ടു, അതിൽ കുറേ ഇതാണ്. ഓക്കെ ബോയ്, എന്റെ ചോദിച്ചാൽ കുറച്ചും കൂടി വരുന്നത് നല്ല ചോദ്യങ്ങൾ. എന്റെ ചോദിച്ചാൽ കുറച്ചും കൂടി വന്നേനെ. എന്റെ ഫോളോവേഴ്സ് ജെന്യുവൻ ആവും. ബ്രോ ജെനുവിനിറ്റി അളക്കാനാ ഉദ്ദേശമെങ്കിൽ ബ്രോ എന്റെ ഫോളോവേഴ്സിനെ നിങ്ങള് ബ്രോ നമ്മളെ രണ്ടാളെയും സെയിം ഫോളോവേഴ്സ് ആവും. അല്ല എന്റെ വേറെ രീതിയിൽ വരുന്ന ആൾക്കാരാണ്. എങ്ങനെ വരുന്നത്? പിന്നെ റീൽസ് വഴി കാറിന്റെ എല്ലാം പ്രേമികളാണ് ഇവർക്ക്. ഒരു നീലക്കുയിലാവല്ല കേട്ടോ. നിങ്ങൾക്കൊരു ലൈഫ് ഐ ഓപ്പണിങ് സാധനം ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർക്കെല്ലാം അറിയുന്നതായിരിക്കും, പക്ഷെ ഇത് ഞാനിന്ന് ജോലി സ്ഥലത്ത് നിന്ന് ആലോചിച്ചാണ്. 4 മുട്ടല്ല, ഇത് കുറേ ഉണ്ട്. കുറേ മുട്ട. ഇത് ഗവൺമെന്റ്, ബാങ്ക്, പിന്നെ വേറെ വേറെ രാജ്യങ്ങള്, വലിയ പ്രൈവറ്റ് കമ്പനീസ്, ഇൻഷുറൻസ്, മറ്റേ അങ്ങനത്തെ വലിയ വലിയ കമ്പനീസും കാര്യങ്ങളില്ലേ, ഇവരൊക്കെ ഒരു ടീമാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കും അവർ തമ്മിൽ അടിയാണ് അതാണെന്നൊക്കെ. പല പല പാർട്ടിയൊക്കെ നമ്മൾ എന്താ വിചാരിക്കാം, അവരെപ്പോഴും അടിയാന്നല്ലേ വിചാരിക്കാം. ടോപ്പിൽ നിൽക്കുന്നവർ ഒരിക്കലും അടിയായിരിക്കില്ല. ഇത് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സാധനമായിരിക്കും. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവരുടെ ഇടയിൽ കുറേ തരികിടകൾ നടക്കുന്നുണ്ട്. ബാങ്കിൻ്റെ കാര്യത്തിൽ കുറേ തരികിട നടക്കുന്നുണ്ട്. പിന്നെ ഈ ഇൻഷുറൻസിൻ്റെ വലിയ വലിയ ഇൻഷുറൻസുകാർ വലിയ തരികിട കളിക്കുന്നുണ്ട്. വലിയ വലിയ പ്രൈവറ്റ് കമ്പനീസ് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇഷ്ടംപോലെ പൈസയും പവറും അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഇടയിൽ എന്ത് നടക്കുന്നുണ്ട്? ഫുള്ള് തരികിട എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ സാധാരണ ആൾക്കാരാണ്. ഓക്കെ, സാധാരണ ആൾക്കാർ എപ്പോഴും അല്ല, ഞാനിത് ഐഡിയ കേട്ടാ, ഇതെല്ലാം നമ്മൾ സാധാരണ ആൾക്കാരാണ്. ഈ സാധാരണ ആൾക്കാർ എപ്പോഴും ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൂടെയും ബാക്കി കാര്യത്തിലൂടെയൊക്കെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് പറയും, എപ്പം എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് എല്ലാവരും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഈ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കും. എങ്ങനെ അവർ ഡിസ്ട്രാക്റ്റഡ് ആക്കുക? വാറ്, 2 രാജ്യങ്ങൾ തമ്മിൽ പൊരിഞ്ഞടി, ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, അതുപോലെ സോഷ്യൽ മീഡിയ, റീൽസ്, കണ്ടന്റുകൾ, പിന്നെ ഈ ബിഗ് ബോസ് പോലെയുള്ള പരിപാടികൾ, സീരിയൽസ്, സിനിമാസ്, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് മേഖല, പിന്നെ കോൺസേർട്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കും. അപ്പോൾ നമ്മളെ അറ്റൻഷൻ മൊത്തം എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇവിടെ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പം നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് കുറയും. ഇത് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് കുറയുന്നത്? ഇത് ഫുള്ള് ബോറിംഗ് ആണ്, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ എന്തൊക്കെയോ ലൈഫിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അത് കുറയും. നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധ മൊത്തം അങ്ങോട്ട് കൊടുക്കും. ഫുൾ എൻ്റർടൈൻമെൻറ്റ്, ഫണ്ണ്, ജീവിതം, ലൈഫ് അടിപൊളി, ഫുൾ ഫണ്ണാണ് ഇവിടെ. ഇവിടെ മൊത്തം നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവർ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ അറ്റൻഷൻ എത്രത്തോളം കൂട്ടുന്നോ ഇവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വരും. കാരണം എന്താ, നമ്മളിവിടെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊന്ന് ആസ് എ വ്യക്തി ഈ കണ്ടന്റും ഈ കാര്യങ്ങളൊക്കെ കണ്ട് എന്താവും, നമ്മൾ ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങില്ല. കാരണം നമ്മൾ ഭയങ്കര വീക്കാണ്. ഇതിൽ കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുക. ഇതിൽ ആരാണ് മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങൾ? ഇവർ. ഇതിൽ കാണുന്ന നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. നമ്മളെന്ന വ്യക്തി വളരെ വീക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവർ നമ്മളെന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ വെച്ച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. കൺട്രോൾ ചെയ്യുമ്പോൾ ഇവരുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ആൾക്കാരായി നമ്മൾ മാറും. ഈ ബോക്സിൻ്റെ പുറത്തേക്ക് നമ്മൾ ചിന്തിക്കൂല. കാരണം എന്താ, നമുക്ക് അതിനുള്ള നോളജും ഇല്ല, ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മൾ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളെ ലോകം നമ്മളെ പറ്റിക്കുന്നത്. ഓക്കെ, ഡെയിലി കോട്ടിന് സമയമായി. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ ഒരിക്കലും അവരുടെ റിലീജിയൻ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ പഠിപ്പും വിവരവും വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ജാതി, മതം, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ അവരെ പ്രവൃത്തി വെച്ചിട്ടായിരിക്കണം ജഡ്ജ് ചെയ്യുന്നത്. നല്ല ചെയ്ത ഏത് പാർട്ടിയിലുള്ളവനാണെങ്കിലും ഏത് മതത്തിലുള്ളവനാണെങ്കിലും നല്ലതാണ് ചെയ്തതെന്ന് അംഗീകരിക്കാൻ വേണ്ടി പഠിക്കണം. മോശമാണ് ചെയ്തെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവർ തന്നെയാണെങ്കിലും അത് മോശമാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അതാണ് ആസ് എ സിറ്റിസൺ അല്ലെങ്കിൽ ആസ് എ സൊസൈറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം. നല്ലത് ആര് ചെയ്താലും നല്ലത് തന്നെയാണ്. അത് നിങ്ങളെ ശത്രു ചെയ്താലും നല്ലത് തന്നെയാണ്. മോശം ആര് ചെയ്താലും സ്വന്തം വീട്ടിലുള്ളവരാണെങ്കിലും മോശം തന്നെയാണ്. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഉഷാറായിക്കുക. സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ബോധം നിങ്ങൾക്ക് കൊണ്ടുവരിക. സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. സ്വന്തമായിട്ടുള്ള പേഴ്സണാലിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പീസ്. ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട് ശ്രീ.vc. നിങ്ങൾ പോയി ഫോളോ ആക്കാം. അപ്പം നിങ്ങൾ ഫോളോ ആക്കിയിട്ടെങ്കിൽ ഇതുപോലെ ഞാൻ കുറെ ആൾക്കാര് ഈ ബഗിഡ് എന്നുള്ളതിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് കണ്ണൂരുകാരാണ്. കണ്ണൂരുകാരിൽ ബഗിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊട്ടൻ കളി അല്ലെങ്കിൽ ഒരു പൊട്ടൻ എന്നുള്ള രീതിയിലുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ മലബാർ ആണ് നമ്മള്. കണ്ണൂർ മലബാർ അല്ലേ നമ്മള്. അപ്പൊ പീസ്.